നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. നമ്മുടെ രഹസ്യങ്ങളുടെ ഒരു കലവറയ അമ്പി. ഓർമ്മയില്ലാത്ത കാലത്ത് അവൻ പലതും വിളിച്ചു പറഞ്ഞു. അങ്ങനെ അമ്പി പുലമ്പിയതിന്റെ ഭാഗമായിട്ടാ ഡോക്ടർ ഹാഷിം ഹുസൈനും അയാളുടെ ഡയറിയും എല്ലാം സുമിതയുടെ കയ്യിലെത്തുന്നത്. അത് സുമിതയുടെ കയ്യിൽ നിന്നും അമ്മ സമർത്ഥമായിട്ട് അടിച്ചു മാറ്റിയില്ലേ? എന്നാലും ആ ഡയറിയിലെ രഹസ്യങ്ങൾ സുമിതയ്ക്കറിയാം. അത് വെച്ച് അവളിൽ നിന്നൊരു തിരിച്ചടി എപ്പോ വേണമെങ്കിലും നമുക്ക് പ്രതീക്ഷിക്കാം. അതുകൊണ്ട് ഡയറി നമ്മുടെ കയ്യിലാണെങ്കിലും നമ്മൾ സൂക്ഷിക്കണം. എന്നിട്ട് ആ ഡയറി ഇപ്പൊ എവിടെയാ? എന്റെ സേഫ് ലോക്കറില് ഭദ്രമായിട്ട് ഇരിപ്പുണ്ടത്. ഈ താക്കോൽ എന്റെ കയ്യിൽ ഇരിക്കുന്നിടത്തോളം കാലം ആ ഡയറി അവിടെ ഭദ്രമായിട്ടിരിക്കും. മോളെ സുമി, നീ എന്താ അവിടെ തന്നെ നിന്ന് കളഞ്ഞത്? വാ ഇരിക്കേ. ഇന്നലെ ദേ സുമി വന്നിരിക്കുന്നു. വാ മോളെ ഇരിക്കേ. ഇന്നെങ്കിലും നീ ഇങ്ങോട്ട് വന്നില്ലെങ്കിൽ ഞാൻ അങ്ങോട്ട് വന്ന് നിന്നെ കാണണമെന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു. എന്താ മോളെ അവിടെ സംഭവിച്ചത്? ശരിക്കെന്താ ഉണ്ടായത്? അച്ഛാ, ഞാൻ സംഭവിച്ചത് എന്താണെന്ന് അനുരാധ വിളിച്ചപ്പം വ്യക്തമായിട്ട് പറഞ്ഞതാണല്ലോ. ചന്ദ്രേട്ടൻ എന്താ അത് വിശ്വാസം വരാത്തത്? എന്ത് ധൈര്യത്തിലാണ് നീ ഇങ്ങോട്ട് കയറി വന്നേ? ചോദിച്ചത് കേട്ടില്ലേ? എന്ത് മുഖവും കൊണ്ടാ ഇങ്ങോട്ട് കയറി വരാൻ നിനക്ക് മനസ്സ് വന്നേന്ന്? ഇന്നലെ സ്വന്തം വീട്ടിലേക്ക് കയറി വരാൻ ഇവൾക്ക് ആരുടെയെങ്കിലും അനുവാദം ആവശ്യമുണ്ടോ? ദേ, നിങ്ങൾ ഇതിൽ ഇടപെടരുത് ചന്ദ്രേട്ടാ. കുഞ്ഞുനാള് മുതല് എല്ലാ കാര്യത്തിനും മൂത്ത മോളെ സപ്പോർട്ട് ചെയ്ത് വഷളാക്കിയ പോലെ അല്ല ഇത്. സ്വന്തം അനിയത്തിയോട് ഇവള് കാണിച്ച നെറുകേടിന് ഒരു ന്യായീകരണവും ഇല്ല. അമ്മയും കൂടി ഇങ്ങനെ തുടങ്ങിയ വലിയ കഷ്ടമാ. ഞാൻ അങ്ങനെ ഒരു കാര്യം ചെയ്യുമെന്ന് അമ്മയ്ക്ക് തോന്നുന്നുണ്ടോ? അമ്മേ, ഒന്നുമില്ലെങ്കിലും അമ്മയുടെ വയറ്റിൽ തന്നെ പറഞ്ഞതല്ലേ ഞാനും. അതേടി, അതാ എനിക്കിത്ര ദണ്ണം. നീ മാത്രമല്ല, നന്ദു എന്റെ വയറ്റിൽ തന്നെ പറഞ്ഞത്. ഇങ്ങനെ ഒരു ദുഷ്ടത്തരം ചെയ്യുന്നതിന് മുമ്പ് അത് നിനക്ക് തോന്നിയില്ലല്ലോ. എന്നാലും ഈശ്വര, ഇവളെ പോലെ ഒരുത്തി എന്റെ വയറ്റിൽ വന്ന് പിറന്നല്ലോ. അമ്മയൊന്നും മതിയാക്ക്. കരഞ്ഞു വിളിച്ച അയൽവക്കാരൊന്നും വിളിച്ചു വരുത്തണ്ട. ശ്രീ, എടാ, അമ്മയൊന്നും പറഞ്ഞു മനസ്സിലാക്കടാ. ഞാനെന്തിനാ അങ്ങനെ ഒരു പ്രവൃത്തി നന്ദനോട് ചെയ്യുന്നത്? എനിക്ക് അവളെ ഉപദ്രവിച്ചിട്ട് എന്ത് കിട്ടാനാ? അങ്ങനെ ന്യായവും ലോജിക്കൊക്കെ പിടിച്ച് സംസാരിക്കാനാണെങ്കിൽ ഞങ്ങളുടെ മനസ്സിലുണ്ടാവില്ല ചേച്ചി ചോദ്യങ്ങള്. ഈ ലോകത്ത് ഒരാളും മോശക്കാരോ തെറ്റാരോ ആയിട്ടല്ല ജനിക്കുന്നത്. ഓരോ സാഹചര്യങ്ങളല്ലേ അവരെ അതൊക്കെ ആക്കി തീർക്കുന്നത്. ചില സാഹചര്യങ്ങള് സുമിതേച്ചിയും വല്ലാതെ മാറ്റിയിട്ടുണ്ടെന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ സുമിതേടത്തിയെ മാത്രമായിട്ട് കുറ്റപ്പെടുത്താൻ പറ്റില്ല നമുക്ക്. ആ സാഹചര്യങ്ങളെയും കൂടെ കുറ്റപ്പെടുത്തണ്ടേ? കുട്ടികളില്ലാത്തതിന്റെ പേരില് സുമിതേടത്തിയെ എല്ലാരും കൂടി അത്രമാത്രം അപമാനിച്ചു കാണും. അച്ഛമ്മ പറയുന്നൊരു ചൊല്ലുണ്ട്, എനിക്ക് അതാ ഓർമ്മ വരുന്നത്. ആള മുട്ടിയ ചേരിയും കടിക്കുമെന്ന്. അത് തന്നെ ഇവിടെ സംഭവിച്ചത്. സനു, ഞാനതിന് അങ്ങനൊന്നും. എനിക്കറിയാം സുമിതേടത്തി, നന്ദിതയുടെയും അവളുടെ കുഞ്ഞിന്റെയും കാര്യം പറഞ്ഞ് ഏടത്തിയെ എല്ലാരും കൂടി അത്രമാത്രം അപമാനിച്ചു കാണും. ഏട്ടത്തി അത്രത്തോളം ഫ്രസ്ട്രേറ്റഡും ആയിരിക്കും. മതിയാക്ക് സനു, ആവശ്യമില്ലാതെ ഇടപെട്ട് ഓരോന്ന് പറയാൻ നിൽക്കണ്ട. ഇതിനെ ഫ്രസ്ട്രേഷൻ എന്നല്ല, ഭ്രാന്തെന്ന് വിളിക്കണ്ടേ. ആക്ച്വലി യെസ്, സുമിതേടത്തിക്ക് വേണ്ടത് ഒരു സൈക്കാട്രിക് കൗൺസിലിംഗ് തന്നെയാ. അല്ലാതെ എല്ലാവരും കൂടി ഇങ്ങനെ വളഞ്ഞിട്ടോണ്ട് ആക്രമിക്കല്ല വേണ്ടത്. എന്റെ മോൾക്ക് ഭ്രാന്താണെന്നാണോ എല്ലാവരും കൂടി പറഞ്ഞു വരുന്നത്? നിങ്ങളുടെ മോൾക്ക് പണത്തിനോടുള്ള ആർത്തിയും സ്വാർത്ഥതയും കൊണ്ടുള്ള ഭ്രാന്താ ചന്ദ്രേട്ടാ. ആ കുടുംബത്തിൽ ചെന്ന് കയറിയതോടെ
ഇവരുടെ കണ്ണ് മഞ്ഞളിച്ചു പോയി. അതാ സംഭവിച്ചത്. ഇളയതും കൂടി അങ്ങോട്ട് ചെന്ന് കയറിയത് ഇവക്ക് അന്നേ പിടിച്ചിട്ടില്ല. എന്ത് കാണാനാ നീ ഇനി ഇവിടെ നിൽക്കുന്നത്? നീ എന്ത് പറഞ്ഞാലും ഇവിടെ ആരും അതൊന്നും വിശ്വസിക്കാൻ പോകുന്നില്ല. എന്റെ കൺമുന്നിൽ നിന്ന് ഇറങ്ങി പോകുന്നുണ്ടോ? നിങ്ങൾ മിണ്ടരുത്. ആ അഭിലാഷിന്റെ കാര്യത്തിൽ ഞാനൊരു തീരുമാനം ഉണ്ടാക്കിയിട്ടുണ്ട് അമ്മേ. ഓഫീസിലെ മനുവിനെ ഉപയോഗിച്ച് ഞാൻ അവന്റെ മനസ്സിൽ പരമാവധി തീ കോരിയിട്ടിട്ടുണ്ട്. അത് നന്നായി. അതും മാത്രം ചെയ്താ പോരാ, വേറെയും ചില കാര്യങ്ങളുണ്ട്. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ആരാ ഈ അഭിലാഷ്? എന്റെ അമ്പി, ആ. രാമായണം മുഴുവൻ വായിച്ച ശേഷം സീത രാമന്റെ ആരാന്ന് ചോദിക്കരുത്. എന്റെ പൊന്നി ചേച്ചി, എനിക്ക് അറിയാൻ മേലാത്തോണ്ട് ചോദിച്ചതാ. ഈ അഭിലാഷ് എന്ന് പറയുന്ന ഒരു പേര് ഞാൻ കേട്ടിട്ടേ ഇല്ല. അതും നീ കിളിപോയി നടന്ന കാലത്തൊരു എപ്പിസോഡാ. അതാ നിനക്ക് അറിയാത്തത്. ഏ എന്റെ കിളി ഒരിടത്തും പോയിട്ടില്ല. അത് ഇതിനകത്ത് തന്നെ ഇരിപ്പുണ്ട് കേട്ടോ. അത് വേറെ ആരുമല്ല അമ്മയങ്ങളെ, ആ. ആ പ്രതീക്ഷയെ കെട്ടാൻ പോകുന്ന ചെറുക്കന. ആ. അവനെയാണല്ലോ ഗിരിയാട്ടം പിടിച്ച് എന്റെ കസേരയിൽ ഇരുത്തിയത്. ആ. അപ്പൊ നിന്റെ പണി തെറിച്ചോ? ഇതൊക്കെ എപ്പ സംഭവിച്ചു? ഇതൊന്നും ഞാൻ അറിഞ്ഞില്ലല്ലോ. പ്രത്യേകിച്ച് കാരണമൊന്നുമില്ലാതെ ഗിരി ഇവനെ ജോലി നിന്ന് പിരിച്ചു വിട്ടു. പകരം നമുക്കാർക്കും അറിയാത്തൊരു അഭിലാഷിനെ കൊണ്ടുവന്ന് ആ കസേരയിലോട്ട് പ്രതിഷ്ഠിച്ചു. എന്നിട്ട് എന്താവാൻ? ഈ പ്രതീക്ഷയെ കെട്ടാൻ പോകുന്ന ചെക്കനാണ് ഈ പറഞ്ഞ അഭിലാഷ്. അവനുള്ള സ്ത്രീധനമാണ് ഈ ജോലി. ഇത് ഇത്തിരി സീരിയസ് ആയ കാര്യമാണ് നിതീഷേ. ഇതങ്ങനെ വെറുതെ വിടാൻ പറ്റത്തില്ല ചേച്ചി. സ്ട്രോങ് ആയിട്ട് നമ്മൾ എന്തെങ്കിലും ചെയ്തേ പറ്റൂ. ഇതൊക്കെ ഇത്തിരി നേരത്തെ എന്നോട് പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ ഇതിനൊക്കെ പരിഹാരം ഉണ്ടാക്കി തരത്തില്ലായിരുന്നോ? സത്യത്തിൽ ഇങ്ങനത്തെ ഓപ്പറേഷനൊക്കെ എന്നെയല്ലേ ഏൽപ്പിക്കണ്ടേ? അതെന്താ നിങ്ങൾ ചെയ്യായിരുന്നത്? അതിന് നിനക്ക് വല്ല ബോധവും പൊക്കണോ ഉണ്ടായിട്ട് വേണ്ടേ അമ്പി? ഇത്രയും നാൾ നീ അയ്യപ്പസ്വാമിയെന്നും വിളിച്ചോണ്ട് നടക്കല്ലായിരുന്നു. അയ്യപ്പസ്വാമി അമ്മ ഇത് ആ, ഗിരിയുടെ കൂടെ ശബരിമല വരെ ഒന്ന് പോയി എന്നല്ലാതെ ഈ പറയുന്ന അയ്യപ്പനുമായിട്ട് എനിക്ക് ഒരു ബന്ധവും ഇല്ല. സത്യത്തിൽ ഞാനൊരു ടൈം ട്രാവലിലായിരുന്നു. അതുകൊണ്ടാണ് ഇടയിലെ പല കാര്യങ്ങളും ഓർമ്മയില്ലാതായി പോയത്. എന്തായാലും കഴിഞ്ഞതൊക്കെ കഴിഞ്ഞു. ഇനിയുള്ള എല്ലാ കാര്യത്തിലും എന്റെ ശക്തമായ ഇടപെടൽ ഉണ്ടായിരിക്കും. നിതീഷിന്റെ ജോലി തിരിച്ചു കിട്ടാൻ എന്ത് ചെയ്യണമെന്ന് എനിക്കറിയാം. അത് ഞാൻ ചെയ്തോളാം. പ്രതീക്ഷയുടെ കഴുത്തിൽ അഭിലാഷ് എന്ന് പറയുന്നവൻ ഒരിക്കലും താലി കെട്ടാൻ പോകുന്നില്ല. എന്റെ ചേച്ചിക്കും നിതീഷിനെതിരെ ഗിരി നടത്തുന്ന ഒരു കളിയും വിജയിക്കാൻ പോകുന്നില്ല. ജീവനുണ്ടെങ്കിൽ ഈ അമ്പി അതെല്ലാം മുടക്കിയിരിക്കും. നോക്കിക്കോ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.